നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാവുകയാണ് PDP. പിന്തുണ LDF-ന്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഇടതുമുന്നണിക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ച് രംഗത്ത് വരികയാണ് PDP. തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് PDP അറിയിക്കുന്നു. പാർട്ടി നേതൃയോഗത്തിലെടുത്ത തീരുമാനത്തിന് ചെയർമാൻ അബ്ദുൽ നാസർ മദ്നി അംഗീകാരം നൽകി. BJP-യുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടം ഉയർത്തുന്ന ജനാധിപത്യ വെല്ലുവിളിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ സുപ്രധാന വിഷയമെന്നാണ് PDP നേതാക്കൾ പറയുന്നത്. മറ്റെന്തിനേക്കാളും രാജ്യത്തിന്റെ ഭരണഘടനയും മതേതരത്വവും ബഹുസ്വരതയും നിലനിൽക്കുക എന്നത് രാജ്യഭാവിക്ക് അനിവാര്യമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ BJP ഭരണത്തിൽ തകർന്നിരിക്കുന്നതും പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് തീറെഴുന്നതും തുടങ്ങിയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ടില്ലെന്നടിച്ച് വർഗീയതയും വിദ്വേഷവും ഭരണകൂടം തന്നെ പ്രചരിപ്പിക്കുന്നുവെന്നൊക്കെയാണ് ഇവരുടെ വാദം. ഈ സാഹചര്യങ്ങളിൽ ഫാസിസത്തോട് സന്ധിയാകാത്ത നിലപാട് സ്വീകരിക്കാൻ ഇടതു മതേതര ചേരി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് PDP-യുടെ വിലയിരുത്തൽ. 90കളിൽ നടന്ന ബാബറി ധ്വംസനത്തിന്റെയും ഫാസിസം ഉയർത്തിയ സാമൂഹിക വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ അരക്ഷിതാവസ്ഥയിലേക്കും ജനാധിപത്യ വിരുദ്ധതയിലേക്കും വഴിമാറി പോകുമായിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ യുവതലമുറയെ ജനാധിപത്യ മാർഗത്തിൽ ഒരുമിപ്പിച്ച് നിർത്തിയതും ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ദളിത്, പിന്നോക്ക, മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്കും മുന്നേറ്റത്തിനും വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് PDP എന്നാണ് അവരുടെ അവകാശവാദം. പാർട്ടിയുടെ അസ്തിത്വവും പ്രത്യയശാസ്ത്ര നിലപാടുകളും തിരിച്ചറിയുകയും ജനാധിപത്യ പ്രക്രിയയിൽ അവസരവും അംഗീകാരവും നൽകിയ രാഷ്ട്രീയ സംവിധാനമാണ് ഇടതുമുന്നണി. അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കാരണമായിട്ടുള്ളത് ഈ കാരണങ്ങളാണെന്നും PDP നേതൃത്വം പറയുന്നു. PDP-യുടെ രാഷ്ട്രീയ നിലപാട് കേവല തെരഞ്ഞെടുപ്പ് പിന്തുണയ്ക്കപ്പുറം പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുടെ കൂടി ഭാഗമാണെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഏതായാലും ഒരു കാര്യം സത്യമാവുകയാണ്. എപ്പോഴും നമ്മൾ പറയും ഇടതും വലതും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന്. ഇപ്പോൾ വളരെ കൃത്യമായും വ്യക്തമായും നമുക്ക് മനസ്സിലാവുന്ന കാര്യം SDP-യുടെ പിന്തുണ കിട്ടുന്നത് UDF-നാണെങ്കിൽ ഇപ്പോൾ PDP-യുടെ പിന്തുണ കിട്ടുന്നത് LDF-നാണ്. രണ്ടു കൂട്ടരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പ്രീണനം നടത്തുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. ഈ പ്രീണനത്തിന്റെ ഭാഗമാണിതെല്ലാമെന്ന് നമുക്കറിയാം. പിന്നെ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം മദനിക്കുണ്ട്. മദനിക്ക് വേണ്ടി പ്രമേയം പാസാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. അത് നമുക്കറിയുന്ന കാര്യമാണ്. ഏതായാലും മദനിയുടെ പിന്തുണ പിണറായി വിജയനും കൂട്ടർക്കും ലഭിക്കുമ്പോൾ SDP-യുടെ പിന്തുണ വലതുപക്ഷത്തിന്, അതായത് UDF-ന് ലഭ്യമാകുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തമാവുക തന്നെ ചെയ്യും. ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ ഈ രാഷ്ട്രീയ പാർട്ടികളാരും തയ്യാറാവുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.